അപ്പം ഏതൊരു സാധാരണക്കാരനും വീട് വെക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം പ്ലാൻ എങ്ങനെ വേണം എന്നുള്ളതാണ്. പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ടോപ്പിൽ നിന്നുള്ള വ്യൂവിനെയാണ് ഈ പ്ലാൻ എന്ന് പറയുന്നത്. പ്ലാനിൽ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡിവിഷൻസ് കറക്റ്റ് ആയിട്ട് അറിയാം. അതായത് എവിടേക്കാണ് ചുമര് വരുന്നത്, റൂമിന്റെ സൈസ് എങ്ങനെയാണ്, പിന്നെ അതേപോലെ തന്നെ പുറത്തുള്ള എന്തൊക്കെയാണ്, അതായത് ഇപ്പം ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് സെറ്റ് ബാക്ക്, അതായത് നമ്മുടെ പ്ലോട്ടിന്റെ ബൗണ്ടറിയിലോട്ടുള്ള ഗ്യാപ്പ് സ്പേസ്, അപ്പം അതെല്ലാം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു സാധനമാണ് പ്ലാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ സെറ്റ് ആക്കുന്ന സാധനമാണ് ഈ പ്ലാൻ. പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലാനാണ് ശരിക്കും ഒരു സ്ട്രക്ചറിന്റെ ബേസ് ആയിട്ട് നമ്മൾ വെക്കുന്ന കാര്യം. അപ്പം അതനുസരിച്ച് കണ്ടു കഴിഞ്ഞാലാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക എങ്ങനെയൊക്കെയാണ് റൂംസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ്, അതായത് ഓരോ പ്ലോട്ടിനും ഓരോ രീതിക്കാണ് റൂംസ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അതായത് വെന്റിലേഷനും സൺലൈറ്റും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓരോ പ്ലോട്ടിനനുസരിച്ച് ഓരോ ക്ലയന്റിന്റെ റിക്വയർമെന്റ്, അതായത് പ്ലോട്ടിന്റെ ഡയറക്ഷൻ, അതിനനുസരിച്ച് എല്ലാം നമ്മൾ പ്ലാനുകൾ മാറും. ഇപ്പൊ ഒരു പ്ലാൻ, ഇപ്പൊ ഒരാളുടെ ഹൗസ് വാമിങ്ങിന് പോയി ആ പ്ലാൻ ഇഷ്ടപ്പെട്ടു, ആ പ്ലാൻ നമുക്ക് ചോദിച്ച് മേടിച്ച് നമുക്ക് നമ്മുടെ പ്ലോട്ടിലോട്ട് കൊണ്ടുവന്ന് ആ വീടിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു പ്ലോട്ട് നമ്മൾ മേടിച്ചു കഴിയുന്ന സമയത്ത് ആ പ്ലോട്ടും ഒരു ടെക്നിക്കലായിട്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റോ ഒരു എഞ്ചിനീയറെ കണ്ട് ആ പ്ലോട്ടിനനുസരിച്ച് ആ ക്ലയന്റിന്റെ റിക്വയർമെന്റ് വെച്ച് ഒരു ബിൽഡിംഗ്, അതായത് ഒരു വീട് പണിയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ബഡ്ജറ്റിനനുസരിച്ചും നമ്മുടെ പ്ലാനുകൾ മാറണം. അതായത് പ്ലാനുകൾ ഇപ്പം ഓരോ സ്ക്വയർ ഫീറ്റും കൺസ്ട്രക്ഷൻ കോസ്റ്റ് ബാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 2000 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് വരികയാണെങ്കിൽ, ഞാൻ ഒരു ബേസിക് ആയിട്ടാണ് പറഞ്ഞത്, ഒരു 2000 രൂപയാണെങ്കിൽ നമുക്കൊരു 50 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന സ്പേസിൽ നമുക്ക് ഒരു 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എത്രയും നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും, അതും പറഞ്ഞ് ഭയങ്കര കൺജസ്റ്റഡ് ആവണം എന്നല്ല, പക്ഷെ നമുക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതെല്ലാം ശ്രദ്ധിക്കണം.